മഹാഭാരത യുദ്ധത്തിന്റെ 10-ാം ദിവസം നമ്മുടെ 13-ാം അധ്യായം. യഥാർത്ഥത്തിൽ കൗരവസേനയിൽ ഇൻവിൻസിബിൾ ആയിട്ടുള്ള പാണ്ഡവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത 3 പോരാളികളുണ്ട്. 3 പരശുരാമ ശിഷ്യന്മാർ. 1 ഭീഷ്മപിതാമഹൻ, 2 ദ്രോണാചാര്യർ, 3 കർണൻ. ഈ 3 പരശുരാമ ശിഷ്യന്മാരെയും പാണ്ഡവർക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. അത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. പല ആളുകളും ബോറിയുടെ മഹാഭാരതം വായിച്ചിട്ട് വന്ന് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ 3 പേരും അപരാജിതർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റു പല പുസ്തകങ്ങളിലെയും അടിസ്ഥാനം. അതുപോട്ടെ, മഹാഭാരത യുദ്ധത്തിന്റെ 10-ാം ദിവസം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 9-ാമത്തെ ദിവസം നടന്ന അതിഘോരമായിട്ടുള്ള യുദ്ധത്തിൽ പാണ്ഡവസേനയെ ഭീഷ്മർ വളരെ ക്രൂരമായിട്ട് പ്രഹരിച്ചതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പം തന്നെ പാണ്ഡവർ ഏകദേശം പരാജയം ഉറപ്പിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. രാത്രി പാണ്ഡവരുടെ ശിബിരത്തിൽ ചർച്ച നടക്കുകയാണ്. ആ സമയത്ത് യുധിഷ്ഠിരൻ പറയുകയാണ്, വാസുദേവ, ഭീഷ്മപിതാമഹൻ ഇങ്ങനെ ക്രുദ്ധനായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഒരുപാട് പടയാളികളുടെ സൈനികരുടെ ജീവൻ നഷ്ടമായി. നമുക്ക് എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്ത് വീണ്ടും പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നത്? ഭീഷ്മപിതാമഹൻ ഉള്ളിടത്തോളം കാലം നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമല്ലേ വാസുദേവ? അപ്പം കൃഷ്ണൻ പറയും, സത്യമാണ്. ഭീഷ്മരെ മാത്രമല്ല ദ്രോണരെയും കർണനെയും ഒന്നും നിങ്ങൾക്ക് നേരിട്ട് കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് പ്രപഞ്ച സത്യം തന്നെയാണ്. അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ഞാൻ തന്നെ എൻ്റെ സുദർശനം എടുത്തുകൊണ്ട് ഭീഷ്മരോട് യുദ്ധം ചെയ്യാം. അപ്പം യുധിഷ്ഠിരൻ പറയുകയാണ്, അത് അധർമ്മമാകും വാസുദേവ, വേണ്ട. കാരണം യുദ്ധത്തിൽ അങ്ങ് ആയുധമെടുത്ത് പോരാടില്ല എന്ന് വാക്ക് ചെയ്തത് കൊണ്ടാണ് ദുര്യോധനൻ അങ്ങേ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അല്ലാത്ത പക്ഷം അത് അദ്ദേഹം അങ്ങയെ കൂടി ആവശ്യപ്പെടുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അങ്ങ് ആയുധമെടുത്ത് പോരാടി കഴിഞ്ഞാൽ അത് അധർമ്മം തന്നെയാണ്. ഇനി നമുക്ക് മറ്റു വഴികളൊന്നും ഇല്ല എന്ന് പറയുമ്പം കൃഷ്ണൻ പറയും, അങ്ങനെ പറയാൻ പറ്റില്ല. ഭീഷ്മരെ വീഴ്ത്താനുള്ള വഴി എന്താണെന്ന് ഭീഷ്മർക്ക് തന്നെ അറിയാം. ധർമ്മപുത്രനായ അങ്ങ് ചെന്ന് ഭീഷ്മപിതാമഹനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മപിതാമഹൻ അങ്ങയ്ക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനെ നിരായുധനാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വഴി പറഞ്ഞു തരും എന്ന് പറയും. അങ്ങനെ യുധിഷ്ഠിരൻ കൗരവരുടെ ശിബിരത്തിലേക്ക് രാത്രി ചെന്ന് ഭീഷ്മരോട് തന്നെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ ഭീഷ്മരോട് തന്നെ ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ പിതാമഹ, അങ്ങേ എങ്ങനെയാണ് തടയുക? അങ്ങിങ്ങനെ ക്രൂരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പം ഭീഷ്മര് പറയും, പുത്രനല്ല പൗത്ര യുധിഷ്ഠിര, സത്യമാണ്, ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ ക്രൗരമായിട്ടുള്ള രൂപത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുക ചെയ്യും എന്നത് സുനിശ്ചിതം തന്നെയാണ്. എന്നെ നിരായുധനാക്കുകയല്ലാതെ നിങ്ങളുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. നിങ്ങൾക്കെന്നെ നിരായുധനാക്കാനും എന്നെ വീഴ്ത്താനും വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പത്നിയായിട്ടുള്ള ദ്രൗപദിയുടെ സഹോദരിയായിട്ടുള്ള, സഹോദരിയെന്നോ സഹോദരനെന്നോ വിളിക്കാൻ കഴിയുന്ന ശിഖണ്ഡിയെ എനിക്കെതിരെ യുദ്ധത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ശിഖണ്ഡിയെ തിരിച്ചാക്രമിക്കുകയില്ല. കാരണം ഈ ശിഖണ്ഡി എന്ന് പറയുന്നത് കാശി മഹാരാജന്റെ പുത്രിയായിട്ടുള്ള അംബയുടെ റീഇൻകാർണേഷനാണ്. അതിനെക്കുറിച്ച് വേറെ ഒരു കഥയുണ്ട്. കാരണം ഭീഷ്മരുടെ മരണത്തിനുള്ള കാരണം അംബയായിരിക്കും എന്നുള്ള വരം അംബ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് പുനർജന്മം എടുത്ത് ശിഖണ്ഡിയായിട്ട് വരികയാണ്. അപ്പം സ്ത്രീകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് ശിഖണ്ഡി എങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീയായി ജനിച്ച ശിഖണ്ഡി ഒരു യക്ഷനുമായിട്ട് ലിംഗം കൈമാറ്റം ചെയ്തു. അതായത് സെക്സൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയൊക്കെ പണ്ടേ നമ്മുടെ പുരാണത്തിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവമാണിത്. അതായത് ഒരു യക്ഷനുമായിട്ട് ലിംഗമാറ്റം ചെയ്ത് ആ യക്ഷൻ യക്ഷിയായി മാറി, ശിഖണ്ഡിയായി മാറി. അപ്പം ശിഖണ്ഡി ഒരു പുരുഷനാണ് എങ്കിൽ പോലും ബൈ സോൾ, ആത്മാവിൽ അതൊരു സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീക്കെതിരെ ഞാൻ ആയുധം എടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വീഴ്ത്താൻ കഴിയും. അതാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏക മാർഗം എന്ന് പറയും. അപ്പം യുധിഷ്ഠിരന് വഴി കിട്ടുന്നുണ്ട് എങ്ങനെയാണ് വീഴ്ത്തുക എന്നുള്ളത്. അപ്പം പിറ്റേന്നത്തെ ദിവസം അതനുസരിച്ച് പദ്ധതികൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ശിഖണ്ഡിയെ കൊണ്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതായത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാൻ കൗരവർ സമ്മതിക്കത്തില്ലല്ലോ. കൗരവരോടൊപ്പം പാണ്ഡവർക്ക് കൃഷ്ണൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ കൗരവർക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ അതിബുദ്ധിമാനായിട്ടുള്ള ശകുനിയുണ്ട്. ശകുനി ഒരു ബുദ്ധിമാനാണ്. മഹാഭാരത യുദ്ധത്തിലെ ഒരേ ഒരു വിജയ് ശകുനിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ജസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ മഹാഭാരതത്തിൽ പാണ്ഡവരിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 2 പേരാണ് നകുലനും സഹദേവനും. 2 വശത്തു നിന്ന് ഭീമനും നകുലനും ചേർന്ന് കൗരവരെ മുഴുവൻ കൊന്നെടുക്കാൻ തുടങ്ങി. അതിന് പ്രതികാരമായിട്ട് ഭീഷ്മര് പാണ്ഡവരുടെ സൈനികരെ കൊന്നെടുക്കാൻ തുടങ്ങി. ഇതേ സമയം ശിഖണ്ഡി ഭീഷ്മരെ അറ്റാക്ക് ചെയ്യാൻ പോയി. പക്ഷേ ശിഖണ്ഡിയുടെ ആക്രമണമൊന്നും ഭീഷ്മർക്ക് ഒരു വെല്ലുവിളിയാവുന്നില്ല. ശിഖണ്ഡിയെ ഇഗ്നോർ ചെയ്തിട്ട്, അതായത് ശിഖണ്ഡിയെ അവഗണിച്ചിട്ട് ഭീഷ്മർ യുദ്ധത്തിന് മുന്നിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ ഒരു ദിവസം 10,000 പാണ്ഡവരെ വെച്ച് ഞാൻ കൊന്നു വീഴ്ത്തും എന്ന് ഭീഷ്മർ ദുര്യോധനന്
വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടന്ന ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ 2 ലക്ഷം പാണ്ഡവ സൈനികരെയാണ് ഭീഷ്മർ കൊന്നു തള്ളിയത്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദിവസം 10,000 പേരെ വെച്ച് കൊണ്ടുകൊണ്ടിരുന്ന ഭീഷ്മർ യുദ്ധം തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ 2 ലക്ഷം പാണ്ഡവ സൈനികരെ കൊന്നൊടുക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എത്രമാത്രം വികറസായിരിക്കും ഭീഷ്മരുടെ യുദ്ധം. അതുകൊണ്ട് പാണ്ഡവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഭീഷ്മരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം കൗരവർ നോക്കിയിരിക്കുമല്ലോ, കൗരവരും ഓരോരുത്തരെയായിട്ട് നേരിട്ട് തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ യുദ്ധത്തിലേക്ക് വന്നപ്പോൾ ദൃഷ്ടദ്യുമ്നനെ കൃതവർമ്മ ഏറ്റെടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും പോരാടി തുടങ്ങി. ഭീമൻ ഭീഷ്മരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭീഷ്മനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭീമനെ എതിരിടാൻ ഭൂരിശ്രവസ് വന്നു. അങ്ങനെ ഭീമനും ഭൂരിശ്രവസും തമ്മിൽ യുദ്ധമായി. മറുവശത്ത് ആ സമയത്ത് നേരത്തെ ഭീഷ്മരുടെ രഥത്തിനെ വഴിതെറ്റിച്ച് വിട്ട ചരിത്രമുള്ള അദ്ദേഹത്തിൻ്റെ തേരാളിയെ കൊന്നുതള്ളിയ സാത്വികി യുദ്ധത്തിലേക്ക് വരുന്നു. അപ്പം സാത്വികയുമായിട്ട് യുദ്ധം ചെയ്യാൻ കൗരവരിലെ പ്രമുഖനായിട്ടുള്ള, അല്ലെങ്കിൽ കൗരവരിലെ ഏറ്റവും ഡോമിനന്റ് സ്ട്രോങ് ഹോൾഡുകളിൽ ഒന്നായിട്ടുള്ള ദുര്യോധനൻ രംഗത്ത് വരുന്നു. ദ്രുപദൻ യുദ്ധത്തിന് വരുമ്പോൾ ദ്രുപദനെ നേരിടാൻ അശ്വത്ഥമാവ് വരുന്നു. യുധിഷ്ഠിരൻ വരുന്നുണ്ട്, യുധിഷ്ഠിരനെ നേരിടാൻ അപ്പോൾ ദ്രോണാചാര്യർ വരുന്നുണ്ട്. അപ്പം അവസാനം ശിഖണ്ഡിയും ഭീഷ്മനും അർജുനനും തമ്മിലുള്ള യുദ്ധം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനു മുമ്പ് ദുശാസനൻ കൂടി യുദ്ധത്തിലേക്ക് വരുന്നുണ്ട്. ഈ ദുശാസനനും വളരെയധികം അണ്ടർ റേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ദുശാസനൻ വളരെ ക്രൂരമായിട്ട് തന്നെ അർജുനനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണന് മുറിവേറ്റ, അല്ലെങ്കിൽ കൃഷ്ണന്റെ നെഞ്ചിലേക്ക് അമ്പ ചെയ്ത് കൊള്ളിച്ചത് ദുശാസനനാണ്. അപ്പം ദുശാസനൻ അത്ര മോഴയാണെന്നൊക്കെ കരുതുന്നത് വെറുതെയാണ്. ദുശാസനനും വളരെ മാസീവായിട്ടുള്ള ഒരു ഫൈറ്റർ തന്നെയാണ്. അർജുനന് വളരെ കൊടൂരമായിട്ടുള്ള ഫൈറ്റ് കൊടുത്തിട്ടാണ് കൃഷ്ണനെ വരെ ദുശാസനൻ അമ്പ ചെയ്ത് മുറിവേൽപ്പിച്ചു എന്ന് പറയുമ്പം ദുശാസനൻ ഒരു ചെറിയ മീനല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ കൃഷ്ണന് മുറിവേറ്റതോടുകൂടി അർജുനന്റെ ക്രൗര്യം മുഴുവനും പുറത്തേക്ക് വന്നു. കൃഷ്ണൻ വളരെ മികച്ച ഒരു ചാരിയറ്റാണ്, യുദ്ധതന്ത്രങ്ങളിൽ മികച്ചവനാണ്, എന്നിട്ട് പോലും കൃഷ്ണനെ പരിക്കേൽപ്പിച്ചു. പിന്നെ വളരെ ഘോരമായിട്ട് ദുശാസനന് നേരെ അർജുനൻ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദുശാസനൻ പോയി ഭീഷ്മരുടെ തേരിൻ്റെ പിന്നിൽ ഒളിക്കുകയാണ്. അവിടെ നിന്നാണ് കളി നേരെ വരുന്നത്. കൗരവർക്ക് കാര്യം മനസ്സിലായി. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരെ വീഴ്ത്തുക എന്നതാണ് പാണ്ഡവരുടെ ലക്ഷ്യമെന്നും അതിനെ പ്രതിരോധിക്കാൻ അവർ പല വിധത്തിലുള്ള മാർഗങ്ങൾ നോക്കി. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാഹചര്യത്തിൽ കൗരവര് എന്ത് ചെയ്തു? ശിഖണ്ഡിയെയും അർജുനനെയും ഭീഷ്മരിൽ നിന്നും അകറ്റി നിർത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ വല്ല വിധേനയും അർജുനൻ പൊരുതി ഭീഷ്മരുടെ മുന്നിലേക്ക് എത്തി. അങ്ങനെ ശിഖണ്ഡി മുന്നിൽ നിന്നപ്പം എന്ത് ചെയ്തു? ശിഖണ്ഡി മുന്നിലെത്തിയപ്പം ഭീഷ്മർ തൻ്റെ വാഗ്ദാനം പാലിച്ചു. നിരായുധനായി അസ്ത്രങ്ങൾ താഴെ ഇട്ടു. അപ്പം അതല്ലാതെ വേറെ വഴിയില്ല. കാരണം ഭീഷ്മർ തിരിച്ച് അസ്ത്രം എയ്യുമ്പോൾ അർജുനൻ ശിഖണ്ഡിയുടെ തൊട്ട് പിന്നിലുണ്ട്. ശിഖണ്ഡിയുടെ ദേഹത്തെങ്ങാനും അസ്ത്രം കൊള്ളുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഭീഷ്മർ ഈ ശസ്ത്രം ഉപേക്ഷിച്ചത്. ഭീഷ്മർ ശസ്ത്രം ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? അർജുനൻ ഭീഷ്മരുടെ പടച്ചട്ട, അതിശക്തമായിട്ടുള്ള ഭീഷ്മരുടെ പടച്ചട്ട അമ്പ ചെയ്ത് കീറി വിടുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അർജുനൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ പടച്ചട്ട കീറി വിടുകയാണ്. പടച്ചട്ട കീറി വിടുമ്പം എന്താണ് ചെയ്യുന്നത്? പാണ്ഡവസേന എല്ലാവരും കൂടി ഭീഷ്മർക്ക് നേരെ അസ്ത്രം അയക്കുകയാണ്. അല്ലാതെ അർജുനൻ ഒറ്റയ്ക്കല്ല ഭീഷ്മരെ ശരശയ്യയിൽ കടത്തിയത്. പാണ്ഡവസേന മുഴുവനുമായിട്ടും അർജുനൻ പടച്ചട്ട കീറിയപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആരെ അമ്പ ചെയ്ത് വീഴ്ത്തി? ഭീഷ്മരെ അമ്പ ചെയ്ത് വീഴ്ത്തി. അതിനുശേഷം പെട്ടെന്ന് യുദ്ധം സഡൻ സ്റ്റോപ്പാണ്. കാരണം ഭീഷ്മർ വീഴുമെന്ന് ആരും കരുതിയതല്ല. രണ്ടാളുകൾക്കും ഭീഷ്മരോട് മമതയുണ്ട്. കൗരവരും പാണ്ഡവരും ഭീഷ്മരുടെ അടുത്ത് വന്ന് കരയുന്നു, സഹതപിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ പോയത്. അപ്പം ഭീഷ്മരുടെ തല താഴ്ന്നു കിടക്കുന്ന സമയത്ത് എന്താണ്, അർജുനൻ കുറച്ച് സംഭവമൊക്കെ വെച്ചിട്ട്, മീൻസ് അസ്ത്രങ്ങൾ വെച്ചിട്ട് ആളുടെ ഒരു പില്ലോ സെറ്റ് ചെയ്ത് തല പൊക്കി കിടത്തുന്നു. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ഇൻകാർണേഷൻസ് ഉണ്ട്. മറ്റേ വരുണാസ്ത്രം ഉപയോഗിച്ച് ഗംഗയിലെ ജലം അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അങ്ങനെ ഈ ദിവസം ഭീഷ്മർ വീണ് കഴിഞ്ഞ് കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ ദിവസം നടക്കുന്നത്. അന്നത്തെ ദിവസം പിന്നെ യുദ്ധവും കാര്യങ്ങളും ഒന്നും നടന്നില്ല. രണ്ടുപേരും തമ്മിൽ പരസ്പരം കരച്ചിലും തെറിവിളിയും കുറ്റം പറയലും ഒക്കെ ഒരു കുടുംബശ്രീ സെറ്റപ്പാണ് അന്നത്തെ ദിവസം യുദ്ധത്തിൻ്റെ അവസാനം നടന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി.